ഹലോ മക്കൾസ്, ഓർഗാനിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ചധികം ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാം. മക്കളെ, ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. CH3 CH2 Br എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ CH3 CH2 I ആക്കണമെങ്കിൽ അവിടെ ആരെ ചേർക്കണം? വെരി സിമ്പിൾ, നിങ്ങൾക്കറിയാം. അത് CH3 CH2 Br, അതൊരു ഹാലോജനാണ്. ഞാനിത് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ കോൺസെപ്റ്റ് കൂടി പറഞ്ഞു പോകാം. Br ആണ്, അതിനെ അയോഡിൻ ആക്കണമെങ്കിൽ. അപ്പോൾ ഒരു ഹാലോജനെ മാറ്റി, Br ഒരു ഹാലോജനാണ്, അയോഡിൻ മറ്റൊരു ഹാലോജനാണ്. അപ്പോൾ ഒരു ഹാലോജനെ മാറ്റി മറ്റൊരു ഹാലോജനെ കൊണ്ടുവരുന്ന റിയാക്ഷൻ, അത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ നമ്മൾ ചേർക്കുന്നത് ആരെയാണടാ? ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ നമ്മൾ ചേർക്കുന്നത് സോഡിയം അയോഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. സോ ഫസ്റ്റത്തെ റിയാക്ഷൻ NaI ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ആണ് ചേർക്കുന്നത്. അപ്പോൾ NaI എന്ന് എഴുതിയാൽ തന്നെ ആൻസർ മാർക്ക് കിട്ടും. NaI ആണ് ചേർക്കേണ്ടത്. അഥവാ ക്വസ്റ്റ്യനിൽ ആ റിയാക്ഷൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. മറന്നുപോലെ NaI ചേർക്കുന്ന റിയാക്ഷൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, NaI. റെഡി? നെക്സ്റ്റ്, ഇനി എൻ്റെ കയ്യിൽ CH3 CH2 CH2 Br എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് ആൽക്കഹോളിക് KOH ആണ് ചേർത്തത്. ആൽക്കഹോളിക് KOHൻ്റെ പ്രശ്നം, പണി എന്താണെന്ന് ചോദിച്ചാൽ, ആൽക്കഹോളിക് KOH വന്നു കഴിഞ്ഞാൽ, ആൽക്കഹോൾ അടിച്ചാണ് KOH വരുന്നത് നമുക്കറിയാം. സോ ആൽക്കഹോളിക് KOH വന്നു കഴിഞ്ഞാൽ അയാൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടത്തും. എന്ത് നടത്തും? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ ആൽക്കഹോളിക് KOH എന്ന് കണ്ടാൽ, ആൽക്കഹോൾ അടിച്ച് KOH വരുന്നു, അപ്പോൾ ഹാലോജനെ കൊണ്ടുപോകും. ഒരൊറ്റ ചവിട്ട ഹാലോജനെ, അപ്പോൾ ഈ ഹാലോജനെ അങ്ങ് ചവിട്ടും. എന്നിട്ട് അപ്പോൾ ഹാലോജൻ ഒഴിവാക്കി, ദെൻ ഹൈഡ്രജൻ ഒഴിവാക്കണം. അപ്പോൾ ആൽക്കഹോളിക് KOH വന്നപ്പം ഹാലോജൻ അവിടെ നിന്ന് തട്ടിക്കളഞ്ഞു. ഇനി ഹൈഡ്രജൻ ഒഴിവാക്കണം. എവിടുന്നാണ് ഹൈഡ്രജൻ ഒഴിവാക്കേണ്ടത്? നിങ്ങളുടെ ബീറ്റാ കാർബണിൽ നിന്ന്. സാറേ, ബീറ്റാ കാർബൺ ഏതാ? ഹാലോജൻ നിൽക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അതിൻ്റെ തൊട്ടപ്പുറത്തെ കാർബൺ ബീറ്റാ കാർബൺ. അപ്പോൾ ബീറ്റാ കാർബൺ വന്ന് ഹൈഡ്രജനെ ഒഴിവാക്കും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും: CH3 CH ഡബിൾ ബോണ്ട് CH2. കാരണം CH2 ഉള്ള Br പോയി, CH2 ഉള്ളത്തെ ബീറ്റാ കാർബണിലുള്ള CH2 H പോയി. അപ്പോൾ CH ഡബിൾ ബോണ്ട് CH2 എന്നാകും. എടാ, ആൽക്കഹോളിക് KOH ചേർത്താൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. സോ യു വിൽ ഗെറ്റ് പ്രൊപ്പീൻ. സെറ്റ്. ദെൻ വാട്ട് ആർ ഫ്രിയോൺസ്? ഹാലോ ആൽക്കൈൻസിൽ ലാസ്റ്റത്തെ ഭാഗത്തുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ഫ്രിയോൺസ്? മക്കളെ, ഫ്രിയോൺസ് എന്ന് പറഞ്ഞാൽ ക്ലോറിനും ഫ്ലൂറിനും അടങ്ങിയ ഈഥൈൻസിനെയോ മീഥൈൻസിനെയോ വിളിക്കുന്ന പേര്. ഈഥൈനിലേക്കും മീഥൈനിലേക്കും ക്ലോറിനും ഫ്ലൂറിനും വരുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ഫ്രിയോൺസ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഓഫ് ഈഥൈൻ ആൻഡ് മീഥൈൻ. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഓഫ് ഈഥൈൻ ആൻഡ് മീഥൈനെ വിളിക്കുന്ന പേരാണ് മക്കളെ ക്ലോറോ ഫ്ലൂറോ കോമ്പൗണ്ട്സ് ഓഫ് മീഥൈൻ ആൻഡ് ഈഥൈൻ ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫ്രിയോൺസ്. റെഡി? ഇനി നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിക്കോ. ഹൗ ക്യാൻ യു പ്രിപ്പയർ എ ഫ്രിയോൺ ഫ്രം CCl4? ഒരു ഫ്രിയോണിനെ എങ്ങനെ നിങ്ങൾക്ക് CCl4ൽ നിന്ന് ഉണ്ടാക്കാം? മക്കളെ നോക്കടാ, ഒരു ഫ്രിയോണിന് നിങ്ങൾക്ക് CCl4 എന്ന് എങ്ങനെ ഉണ്ടാക്കാം? വെരി സിമ്പിൾ. ഇത് ലോജിക്ക് മാത്രം അറിഞ്ഞാൽ മതി. വെരി സിമ്പിളാണ്. CCl4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലൂറിനുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കണം. അതാണല്ലോ ഫ്രിയോൺ. ഓൾറെഡി ക്ലോറിൻ ഉണ്ട് അവിടെ, ഇനി ഫ്ലൂറിനുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കാം. വെരി സിമ്പിൾ. എടാ, സോർട്സ് റിയാക്ഷൻ എന്താ? സോർട്സ് റിയാക്ഷനിൽ AgF ചേർത്താൽ AgF ചേർത്താൽ അയാൾ CCl4 ഒരു ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് ഫ്ലൂറിനായി കയറ്റും. അഥവാ CCl3F എന്നാകും. ക്ലോറോ ഫ്ലൂറോ കാർബണായി. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഒരു AgFും കൂടെ ചേർത്താൽ CCl3F. നോക്കടാ, CCl3Fലേക്ക് ഇനി നിങ്ങൾ ഒരു AgFും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താകും? വീണ്ടും ഒരു ഫ്ലൂറിനും കൂടി കയറും, ഒരു ക്ലോറിനെ പോയിട്ട്. അപ്പോൾ CCl2F2 എന്നാകും. CCl2F2. അപ്പോൾ CCl2F2 ഇതൊരു ഫ്രിയോണാണ്. അപ്പോൾ CCl3F ഉണ്ടാക്കാം. ഇനിയൊരു AgF എടുത്താൽ CCl2F2 ഉണ്ടാക്കാം. ഇതൊരു ഫ്രിയോണാണ്. സോ നിങ്ങൾക്ക് 2 AgF ചേർത്താൽ CCl2F2 ഉണ്ടാക്കാം. വെരി സിമ്പിൾ. സോ ഫ്രിയോണിനെ CCl4 എന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സ്വാർട്സ് റിയാക്ഷൻ. ഫസ്റ്റ് റിയാക്ഷൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. മക്കളെ, സെറ്റല്ലടാ. അപ്പം ഒരു 3-4 ടോപ്പിക്കുകൾ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് ABC എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 3-4 ഫിംഗൽസ്റ്റീൻ പഠിപ്പിച്ചു, സ്വാർട്സ് പഠിപ്പിച്ചു, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ പഠിപ്പിച്ചു. ഓക്കെ അല്ലടാ? ദെൻ നമ്മുടെ ആൽക്കഹോൾ ഫിനോൾ ആൻഡ് ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്ന റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്. നിങ്ങൾക്കറിയാലോ, വില്യംസൺ സിന്തസിസ് റോണ RXൽ കയറി റോറ് കിട്ടി. റോണ RX റോർ, ഇതാണല്ലോ നമ്മൾ പഠിച്ച ഐഡിയ വെച്ച് പഠിച്ച സംഭവം. നമ്മൾ ലൈവിലൊക്കെ ചെയ്തപ്പം റോണ എന്ന് പറയുന്നയാൾ അഥവാ റൊണാൾഡോ അല്ലേ, RX100ൽ കയറി. അപ്പോൾ എന്ത് കിട്ടി? റോറ് കിട്ടി. ഇങ്ങനെയല്ലതാണ് നമ്മൾ പഠിപ്പിച്ചത് വില്യംസൺ സിന്തസിസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു. വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്ന ഒരു SN1 റിയാക്ഷനാണ്. SN2 റിയാക്ഷനാണ്. SN2 റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ എടുക്കുന്ന RX അഥവാ
ആൽക്കൈൽ ഹാലൈഡ് നിർബന്ധമായിട്ടും പ്രൈമറി ആയിരിക്കണം. അതുകൊണ്ട് താഴെ കൊടുത്ത 2 ഓപ്ഷനുകളിൽ ഇതിലും ഏത് റിയാക്ഷൻ നടക്കാനാണ്, ഏതൊക്കെ 2 റിയാക്ടന്റുകൾ ചേർത്താലാണ് വില്യംസൺ സിന്തസിസ് നടക്കുക? നോക്കടാ, ഇത് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡാണ്, പക്ഷേ ഇതിൽ തേർഷറി ആൽക്കൈൽ ഹാലൈഡ് എടുത്തത്. തേർഷറി ആൽക്കൈൽ ഹാലൈഡ് എടുത്തത് അതെന്തായാലും നടക്കൂല. കാരണം ആൽക്കൈൽ ഹാലൈഡ് നിർബന്ധമായിട്ടും പ്രൈമറി ആയിരിക്കണം. ബിക്കോസ് എന്തുകൊണ്ടാണ്? ദിസ് റിയാക്ഷൻ ഫോളോസ് SN2 മെക്കാനിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോണ എടുക്കുന്നത് തേർഷറി ആയാലും കുഴപ്പമില്ല. അതാ റോണ തേർഷറി, ഇത് CH3-3CONA എന്ന് പറഞ്ഞ റോണയാണ്, അത് തേർഷറി. അതിലേക്ക് ചേർക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് RX അഥവാ CH3Br നിർബന്ധമായിട്ടും പ്രൈമറി ആയിരുന്നു, അത് പ്രൈമറിയാണ്. അതുകൊണ്ട് രണ്ടാമത്തതാണ് ശരി. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ദിസ് റിയാക്ഷൻ ഫോളോസ് SN2 മെക്കാനിസം, സോ RX ഷുഡ് ബി പ്രൈമറി. അതുകൊണ്ട് RX പ്രൈമറി ഉള്ള റിയാക്ഷൻ എടുക്കണം. റെഡി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതേ ഈതറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റിയാക്ഷൻ CH3CH2OCH3 എന്ന് പറയുന്നയാൾ HIയുമായിട്ട് റിയാക്ട് ചെയ്താൽ, CH3CH2OCH3 എന്ന് പറയുന്നയാൾ HIയുമായിട്ട് റിയാക്ട് ചെയ്താൽ, മക്കളെ CH3CH2OCH3 എന്ന് പറയുന്നയാൾ HIയുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും പ്രൊഡക്റ്റ് എന്നാണ് ചോദ്യം. വെരി സിമ്പിൾ. എവിടെയാണോ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കുറവ്, ഓക്സിജൻ്റെ റൈറ്റിലും ലെഫ്റ്റും നോക്കുമ്പോൾ എവിടെയാണോ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കുറവ് അവിടെ ബോണ്ട് ബ്രേക്ക് ആവും. ആ ബോണ്ട് ബ്രേക്ക് ആയാൽ ആ ഈതർ എന്ന് പറയുന്ന 2 കഷ്ണാവും, CH3CH2O എന്ന് പറയുന്ന ഒരു പാർട്ടും പ്ലസ് CH3 എന്ന് പറയുന്ന ഒരു പാർട്ടുമായിട്ട് മാറും. ആ CH3യിലേക്ക് നമ്മുടെ അയോഡിൻ പോയിട്ട് CH3I ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് മറന്നുപോലെടാ, ആ പോയിൻ്റ് മറന്നുപോലെ. പ്ലസ് CH3CH2O ഇല്ലേ, ആ ഓയിലേക്ക് എച്ചും പോകും. CH3CH2OH. അപ്പോൾ ഓക്സിജൻ്റെ കൂടെ എപ്പോഴും എച്ച് പോകും. CH3CH2OH പ്ലസ് CH3I എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഇതിലുണ്ടാവുക. അഥവാ ഇവിടെ എങ്ങനെയാണ് ക്ലീവേജ് നടക്കുന്നത് എന്നതാണ് ചോദ്യം. നിങ്ങൾ എഴുതി വെക്കേണ്ടത് എവിടെയാണ് ക്ലീവേജ് നടക്കുക? എവിടെയാണോ ആൽക്കൈൽ ഗ്രൂപ്പ് കുറവുള്ളത് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അയാളുടെ കൂടെ അയഡിൻ പോകും. ഓക്സിജൻ ഉള്ള ആളുടെ പാർട്ടിൻ്റെ കൂടെ എച്ചും പോകും. യെസ് മക്കളെ, അതാണ് ഈ ആൻസറിൽ കൊടുത്തത് കേട്ടോ. റെഡി? അപ്പം ആൽക്കഹോൾ, ഫീനോൾ, ഈതർ എന്ന് പറയുന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അതിനുള്ള ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കടാ. വിച്ച് നെയിംഡ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് CH3COCl ടു CH3CHO? എടാ, ആസിഡ് ക്ലോറൈഡിനെ അഥവാ അസൈൽ ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കുന്ന റിയാക്ഷൻ റോസൻമണ്ട് റിഡക്ഷൻ. റോസൻമണ്ട് റിഡക്ഷനിൽ അസൈൽ ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കുന്ന റിയാക്ഷനാണ്. സോ വിച്ച് നെയിംഡ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് CH3CO? എങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്? COCl കാണുമ്പോൾ തന്നെ ആസിഡ് ക്ലോറൈഡാണ് മനസ്സിലാക്കണം. ഇത് ആൽഡിഹൈഡാണ്. ആസിഡ് ക്ലോറൈഡ് ആൽഡിഹൈഡ് ആക്കുന്ന റെഡ്യൂസിങ് റിയാക്ഷൻ ഏതാണ്? റോസൻമണ്ട്. H2PD BSO4 ചേർത്ത് നടത്തുന്ന റിഡക്ഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അണ്ടർഗോ റിയാക്ഷൻസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ നടക്കുന്ന കുറേ റിയാക്ഷൻസ് ഉണ്ട് ആൽഡിഹൈഡും കീറ്റോണും. എങ്കിൽ write the name reaction of aldehyde which takes place only because of the presence of alpha hydrogen atom. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായതുകൊണ്ട് മാത്രം ആൽഡിഹൈഡിൽ നടക്കുന്ന റിയാക്ഷൻ, അതിലൊരു എക്സാമ്പിളാണ് ആൾഡോൾ കണ്ടൻസേഷൻ. ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റമാണ് അവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളതുകൊണ്ട് മാത്രം നടക്കുന്ന റിയാക്ഷനാണ് ആൾഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, രണ്ടാമത്തത്. ദെൻ ഹൗ വിൽ യു ബ്രിങ് അബൌട്ട് ദ എബോ റിയാക്ഷൻ? ആ റിയാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ നടത്തുക? വെരി സിമ്പിൾ. ആ റിയാക്ഷൻ നടത്താൻ വേണ്ടി നിങ്ങൾ ആ 2 ആൽഡിഹൈഡ് എടുത്തിട്ടേക്ക് ഡൈല്യൂട്ട് NaOH ചേർത്ത് ചൂടാക്കിയാൽ മതി. ഡൈല്യൂട്ട് NaOH ചേർത്ത് ചൂടാക്കിയാൽ മതി. എങ്ങനെയാണ് നടത്താമെന്നേ ചോദിച്ചിട്ടുള്ളൂ. അഥവാ നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാൽ 2 ആൽഡിഹൈഡ് എടുക്കുക, CH3CHO, അത് 2 എടുക്കുക. ആ 2 ആൽഡിഹൈഡുകൾ ഡൈല്യൂട്ട് ബേസിൻ്റെ പ്രസൻസിൽ, ഡൈല്യൂട്ട് NaOHൻ്റെ പ്രസൻസിൽ ചൂടാക്കിയാൽ റിയാക്ഷൻ നടക്കും. എങ്ങനെ റിയാക്ഷൻ നടക്കുക? നമ്മൾ CH3CHO എന്ന് പറയുന്നയാളെ 2 പ്രാവശ്യമാക്കി എഴുതുക. ആൾഡോൾ കണ്ടൻസേഷനൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ദെൻ ഈ രണ്ടാമത്തെ ആൽഡിഹൈഡിലെ ആൽഫ കാർബൺ ഇതാണല്ലോ, ഫങ്ഷണൽ ഗ്രൂപ്പ് നിൽക്കുന്ന കാർബണിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. അവിടുത്തെ ഹൈഡ്രജൻ ഇതാണല്ലോ. അപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? CH ഇവിടെ ഉണ്ടായിരുന്ന ഓക്സിജൻ ഞാൻ താഴത്തേക്ക് എഴുതി, ഇവിടെ ഉണ്ടായിരുന്ന ഓക്സിജനെ ഞാൻ താഴത്തേക്ക് ഇവിടെ എഴുതി. അപ്പോൾ എന്ന് ഇവിടെ എഴുതി. ആ ഓക്സിജൻ്റെ അടുത്തേക്ക് തൊട്ടപ്പുറത്തെ കാർബണിലെ ഹൈഡ്രജൻ പോകും, ആൽഫ ഹൈഡ്രജൻ പോകും. അങ്ങനെ OH ഇവിടെ കയറും. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന പ്ലസ്സില്ലേ, ആ പ്ലസ്സിന് വരെ അവിടെ ബോണ്ടാവും, ഇവർ തമ്മിൽ ബോണ്ടാവും. അങ്ങനെ എന്താ സംഭവിക്കുക? ആ CHലേക്ക് ഒരു ബോണ്ട് വരും. ഏത് ബോണ്ട്? ഇപ്പുറത്തുണ്ടായിരുന്ന CH3CHO എന്തായി മാറി? CH2CHO ആയി മാറി. അപ്പോൾ അത് CH2CHO എന്നുള്ള ബോണ്ടായിട്ട് മാറും. ഓക്കേ. ദെൻ ഇതിനെ ചൂടാക്കുമ്പോൾ
ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിനെ ഹീറ്റ് ചെയ്യുമ്പം ഇവിടുന്ന് OHും നേരത്തെ ഉണ്ടായിരുന്ന ആൽഫ കാർബണും ഹൈഡ്രജനും പോയി H2O പോകും. അപ്പോൾ H2O പോകുമ്പോൾ ആൻസർ CH3 CH ഡബിൾ ബോണ്ട് CH. എന്താ കാരണം? ഇവിടുന്ന് OHും പോയി ഇവിടുന്ന് Hും പോയി. അപ്പോൾ CH ഡബിൾ ബോണ്ട് CH ആയി. CHO എന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ഇതാണ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് സാറ് പറഞ്ഞത്. റെഡി മക്കൾസ്? ദെൻ CH2ClCOH ഈസ് എ സ്ട്രോങ് ആസിഡ് ദാൻ CH3CH2. ഇയാളാണ് സ്ട്രോങ് ആസിഡ്. എന്താ കാരണം? ഒന്നുമില്ല, ക്ലോറിൻ ഉണ്ടായതുകൊണ്ട്. എന്താ ക്ലോറിൻ്റെ പ്രത്യേകത? ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിറ്റി കൂടും. സോ ക്ലോറിൻ, NO2, ഫ്ലൂറിൻ ഇങ്ങനത്തെ ടീമൊക്കെ വരുമ്പം അസിഡിറ്റി കൂടാനുള്ള കാരണം അവർ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഡ്യൂ ടു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്, ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്, CH2ClCOH ഈസ് എ സ്ട്രോങ് ആസിഡ്. ദെൻ ഹൗ വിൽ യു കൺവേർട്ട് CH3COH ടു CH2ClCOH? വെരി സിമ്പിൾ. ഒരു ആസിഡിലേക്ക് ഒരു ആസിഡിലേക്ക് ഹാലോജൻ കയറിയ റിയാക്ഷൻ, അതാണ് HVZ റിയാക്ഷൻ. ഒരാസിഡിലേക്ക് ഹാലോജൻ കയറിയ റിയാക്ഷനെയാണ് HVZ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അഥവാ CH3COOH എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് മക്കൾ ഒരു ക്ലോറിനെ ചേർത്തു ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അതാണ് HVZ ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ഹെൽ എന്ന് കേൾക്കുമ്പോൾ ഹാലോജൻ എന്ന് ഓർമ്മ വരും. അപ്പോൾ ഹാലോജൻ ചേർക്കുക. ഹെൽ വോൾഹാർഡിലെ ലാസ്റ്റ് RD അത് റെഡ് ഫോസ്ഫറസ് ആണെന്ന് ആലോചിക്കുക. അപ്പം ഹെൽ വോൾഹാർഡ് ഹാലോജനെ റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ചേർത്താൽ എന്താ സംഭവിക്കുക? ഈ CH3 അതാണല്ലോ ആൽഫ കാർബൺ, ആ ആൽഫ കാർബൺമത്തെ ഒരു ഹൈഡ്രജൻ അവിടുന്ന് പോകും. അങ്ങനെ അത് CH3 എന്നുള്ളത് CH2 എന്നാകും. ആ ഹൈഡ്രജൻ പോയതിന് പകരമായിട്ട് അവിടെ ഒരു ക്ലോറിൻ കയറും. അപ്പോൾ CH2Cl എന്നാകും. ദെൻ COOH. എന്താ സംഭവിച്ചത്? CH3 ഒരു ഹൈഡ്രജന് പകരം ഹാലോജനിൽ ഒരു ക്ലോറിൻ കയറി. അതാണ് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായതുകൊണ്ട് മാത്രം നടന്ന കാർബോക്സിലിക് ആസിഡ് എടുത്ത റിയാക്ഷനാണ് HVZ റിയാക്ഷൻ. അങ്ങോട്ട് ഓർത്തത് HVZ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ വേണം ഏതിൽ? കാർബോക്സിലിക് ആസിഡിൽ. അപ്പോൾ ആൽഫ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലോജൻ കയറുന്ന റിയാക്ഷനാണ് HVZ റിയാക്ഷൻ. എല്ലാ ആൻസറുകളും ഇവിടെയുണ്ട് കേട്ടോ, ഞാൻ എഴുതി തന്നിട്ടുണ്ട്. സെറ്റ്. ദെൻ അമൈൻസിലുള്ള ക്വസ്റ്റ്യൻ. അരോമാറ്റിക് അമൈൻസ് ആർ ഇമ്പോർട്ടൻറ്റ് സിന്തറ്റിക് ഇന്റർമീഡിയറ്റ്. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് വെൻ അനിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ? വെരി സിമ്പിൾ. ആരാണടാ അനിലിൻ? അനിലിൻ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ചേട്ടൻ, അനിലിൻ ചേട്ടൻ, NH2. ഇതിലേക്ക് ബ്രോമിൻ വാട്ടർ ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെരി സിമ്പിൾ. ബ്രോമിൻ വാട്ടർ ചേർക്കുമ്പോൾ നിങ്ങൾക്കറിയാം അനിലിൻ എന്ന് പറയുന്നത് വളരെയധികം ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ NH2 എന്ന് പറയുന്ന അനിലിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനുകളിൽ ബ്രോമിൻ കയറും. വൈ? അനിലിൻ ഈസ് എ വെരി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. സോ 2,4,6 ട്രൈബ്രോമോ അനിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. അതാണ് ഫസ്റ്റത്തെ ആൻസർ. ദെൻ ഹൗ വിൽ യു കൺവേർട്ട് നൈട്രോബെൻസീൻ ടു അനിലിൻ? നൈട്രോബെൻസീൻ എന്ന് പറഞ്ഞാൽ NO2 ആണ്. അതിലേക്ക് അനിലിൻ, നൈട്രോബെൻസീൻ എങ്ങനെ അനിലിൻ കിട്ടുമെന്ന് ചോദിക്കുമ്പം മക്കൾസ് കേട്ടോ, NO2-ൽ നിന്നുള്ള ഓക്സിജൻ പോയിട്ട് ഹൈഡ്രജൻ വരികയാണ് വേണ്ടത്. അപ്പോൾ തന്നെ അറിയാം ഓക്സിജൻ പോയി ഹൈഡ്രജൻ വരിക, റിഡക്ഷൻ നടക്കാൻ നമ്മൾ സാധാരണ ചേർക്കൽ H2 ഇൻ ദ പ്രസൻസ് ഓഫ് PD, NiPD/PT. H2 ഇൻ ദ പ്രസൻസ് ഓഫ് NiPD/PT ചേർത്താൽ ഈ റിയാക്ഷൻ നടക്കും. ഓർ ഒരു മെറ്റലായ SN-ഉം അതിലേക്ക് HCl ചേർത്താലും ഈ റിയാക്ഷൻ നടക്കും. ഓർ ഒരു മെറ്റലായ Fe-യും HCl ചേർത്താലും ഈ റിയാക്ഷൻ നടക്കും. മറന്നു പോകല്ലേ? സാധാപോലെ നടക്കുന്ന റിയാക്ഷൻ H2 ഇൻ ദ പ്രസൻസ് ഓഫ് PD ഇൻ എഥനോൾ അത് ചേർത്താൽ നടക്കും. SN + HCl ചേർത്താലും Fe + HCl ചേർത്താലും നിങ്ങളുടെ നൈട്രോബെൻസീനെ നിങ്ങൾക്ക് അനിലിനാക്കാം. ഓക്കെടാ. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതാ ഈ ഓർമ്മയിലങ്ങ് സെറ്റാക്കിക്കോ. നാളെ അഥവാ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതിക്കോണം. റൈറ്റ് ഡൗൺ ദ ഐസോസയനൈഡ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമൈൻസ്. ഐസോസയനൈഡ് ടെസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് കാർബൈൽ അമൈൻ ടെസ്റ്റ്. അപ്പം ഐസോസയനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈൽ അമൈൻ ടെസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനാണ് പറയുന്നത്. വെരി സിമ്പിൾ മക്കളെ. ഇവിടെ ആൻസർ ഉണ്ട്, എന്നാലും ഞാനൊന്ന് എഴുതരാം. ഒരു ഐസോസയനൈഡ് ടെസ്റ്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ CH3NH2 ഒരു പ്രൈമറി അമൈൻ എടുത്തു. കാർബൈൽ അമൈൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റിൽ നിങ്ങൾ ചേർക്കുന്ന ആളാണ് ക്ലോറോഫോം CHCl3 ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് KOH. എന്നിട്ട് അത് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അമൈനിലേക്ക് നിങ്ങൾ ക്ലോറോഫോം ചേർത്ത് ബേസ് ചേർത്ത് ചൂടാക്കും. അങ്ങനെ ചേർക്കുമ്പം നിങ്ങളുടെ പ്രൈമറി അമൈനിൽ NH2 ഉണ്ടാവുമല്ലോ, H2 ഉണ്ടാവുമല്ലോ, അത് അവിടുന്ന് പോയി. അതിന് പകരം കാർബൺ കയറി CH3NC എന്ന് പറയുന്ന ഐസോസയനൈഡ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ടെസ്റ്റിനെ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് വിളിച്ചത്.
പ്ലസ് നിങ്ങളുടെ പൊട്ടാസ്യവും ക്ലോറോഫോമിലെ 3 ക്ലോറിനും കൂടെ ചേർന്നിട്ട് 3 KCl ഉണ്ടാവും, 3 KCl. ദെൻ ബാക്കി നിങ്ങളുടെ നോക്കിക്കേ KOHലെ OH H2O ആയിട്ട് മാറും. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സോ മക്കളെ 3 KCl എന്ന് എഴുതുമ്പോൾ ഇവിടെ 3 KOH എന്ന് കൊടുക്കണം. 3 OH വരുമ്പോൾ 3 ഓക്സിജൻ വരും. അപ്പോൾ 3 ഓക്സിജൻ വരണമെങ്കിൽ 3 H2O എന്ന് കൊടുക്കണം. ബാക്കിയൊക്കെ സിമ്പിൾ. സോ ഇതാണ് ഐസോസൈനൈഡ് ടെസ്റ്റ്. പ്രൈമറി അമൈനിലേക്ക് ക്ലോറോഫോം ചേർത്ത് ബേസിൻ്റെ പ്രസൻസ് ചേർത്ത് ചൂടാക്കിയാൽ ഐസോസൈനൈഡ് കിട്ടും. ദിസ് ഈസ് ഐസോസൈനൈഡ് ടെസ്റ്റ്. ദെൻ നമ്മുടെ ബയോമോളിക്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഗ്ലൂക്കോസ് ഈസ് commercially prepared from polysaccharide. Which is the polysaccharide used for the production of glucose? ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിസാക്കറൈഡ് ആരാടാ? സ്റ്റാർച്ചിൽ ഹൈഡ്രോലിസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്ലൂക്കോസ് കിട്ടും. സ്റ്റാർച്ചിൻ്റെ മോണോമറാണ് ഗ്ലൂക്കോസ്, നിങ്ങൾക്കറിയാം. ഗിവ് 2 examples for ഡൈസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡിന് 2 എക്സാമ്പിൾ. എടാ ഡൈസാക്കറൈഡ് നമ്മൾ സ്മോൾ എന്നുള്ള എക്സാമ്പിളാണ് പഠിക്കല്. സ്മോൾ എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ സൂക്രോസ്, M എന്ന് പറഞ്ഞാൽ മാൾട്ടോസ്, L എന്ന് പറഞ്ഞാൽ ലാക്ടോസ്. ഡൈസാക്കറൈഡിന് 2 എക്സാമ്പിളാണ് ചോദിച്ചാൽ ഞാനിവിടെ 3 എക്സാമ്പിൾ. SML സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, സ്മോൾ. ദെൻ വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ? എടാ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സുക്രോസിനെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? സുക്രോസിനെ നിങ്ങൾ ഹൈഡ്രോലിസിസ് ചെയ്യുമ്പോൾ സുക്രോസിനെ നിങ്ങൾ ഹൈഡ്രോലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടൂലേ? ഇതിൽ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഈ സുക്രോസിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേഷനാണ്. പക്ഷേ അതിനെ ഹൈഡ്രോലിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെക്സ്ട്രോ റൊട്ടേഷനുള്ള ഗ്ലൂക്കോസും ലീവോ റൊട്ടേഷനുള്ള ഫ്രക്ടോസും കിട്ടും. ഫ്രക്ടോസിൻ്റെ ലീവോ റൊട്ടേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഡെക്സ്ട്രോ. സോ നിങ്ങൾ ഡെക്സ്ട്രോ റൊട്ടേഷനുള്ള സുക്രോസിനെ നിങ്ങൾ ഹൈഡ്രോലിസ് ചെയ്യുമ്പോൾ കൂടുതലും ലീവോ റൊട്ടേഷനുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് മാറും. ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. അതിൽ ഫ്രക്ടോസിൻ്റെ ലീവോ റൊട്ടേഷൻ മോറാണ്. അതുകൊണ്ട് ലീവോ റൊട്ടേഷൻ കൂടുതലായിട്ട് കിട്ടും. അഥവാ നിങ്ങളുടെ റൊട്ടേഷൻ ഹൈഡ്രോലിസിസ് ചെയ്യുന്നതിന് മുമ്പ് ഡെക്സ്ട്രോ, ഹൈഡ്രോലിസിസ് ചെയ്തതിനു ശേഷം ലീവോ ആയി, അഥവാ ഇൻവേർട്ടായി. അതാണ് ഇൻവേർട്ട് ഷുഗർ. അപ്പോൾ എന്താണ് ഇൻവേർട്ട് ഷുഗർ? ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ഹൈഡ്രോലിസിസ് ഓഫ് കെയിൻ ഷുഗർ അഥവാ സുക്രോസിനെ ഹൈഡ്രോലിസിസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രൊഡക്റ്റുകൾ വിളിക്കുന്നവരാണ് ഇൻവേർട്ട് ഷുഗർ. എന്താ അതിൻ്റെ കാരണം? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് D+ ഗ്ലൂക്കോസ് ആൻഡ് D- ഫ്രക്ടോസ്. D+ ഗ്ലൂക്കോസ് മീൻസ് ഡെക്സ്ട്രോ റൊട്ടേഷൻ, D- ഫ്രക്ടോസ് മീൻസ് ലീവോ റൊട്ടേഷൻ. സോ ലീവോ റൊട്ടേഷനുള്ള ഫ്രക്ടോസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. സെറ്റല്ലേ മക്കളെ? സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓർഗാനിക് ചാപ്റ്റർ എന്ന് ചെയ്തത്. ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ അതിൽ നിന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിപ്പിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചോളുക. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും തകർത്തങ്ങ് എഴുതാൻ പറ്റട്ടെ. താങ്ക് യു.